ഹലോ. സോ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പുറത്തുനിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. വീഡിയോ എന്താണെന്നുള്ളത് എല്ലാവർക്കും തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയർ ട്രീറ്റ് ചെയ്യുക മീൻസ് ഹെർബലായിട്ട് എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കാറുള്ളതെന്നാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനങ്ങനെ കാര്യമായിട്ട് ഹെയർ കെയർ ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ ഞാൻ ഒഴിവാക്കാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ റോസ്മേരി വാട്ടർ തന്നെയാണ്. അതിപ്പോൾ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അത് ഭയങ്കര വൈറലായിട്ട് തന്നെ ഭയങ്കര ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടർ. അപ്പം ഞാനത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഞാനൊരു അങ്ങാടി കടയിൽ പോയിട്ട് ഞാൻ അവിടെ ഒരു റോസ്മേരിൻ്റെ ഒരു പാക്കറ്റ് കണ്ടിരുന്നു. അതിപ്പോൾ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു പാക്കറ്റ് കണ്ട് ഞാൻ ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇതാണ് ആക്ച്വൽ ആയിട്ടുള്ള റോസ്മേരി, അതിൻ്റെ ലീവ്സ് അതാണ് ശരിക്കും വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഹെയർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുക. മറ്റേതിപ്പോൾ എത്ര എന്താ പറയുക നാച്ചുറൽ ആണെന്ന് പറഞ്ഞാലും അതിൽ കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യില്ലല്ലോ. സോ അത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. സോ വീഡിയോ ഫസ്റ്റ് ടൈം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിലാണ്. ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ബോട്ടിലായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം തീരാറായി. അപ്പോൾ പുതിയൊരു ബോട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങളും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഈ ഹെയർ ഫോളും ഡാൻഡ്രഫൊക്കെ എല്ലാവർക്കും ഒരു ഇഷ്യൂ ഉള്ള ടൈമായിരിക്കും. ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ മുടി കൊഴിച്ചിലിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ റോസ്മേരിക്ക് നല്ലൊരു കഴിവുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അതിന് നമുക്ക് ആദ്യം കുറച്ച് സാധനങ്ങൾ പൊട്ടിക്കാനുണ്ട്. അതൊക്കെ ഈ തൊടിയിലുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇലകളും സാധനങ്ങളൊക്കെ ഇതിലിട്ടിട്ടാണ് ഞാൻ തിളപ്പിക്കുക. ഫസ്റ്റ് നമുക്ക് വേണ്ടത് കറ്റാർ വാഴയാണ്. ഈ ഒരു മഞ്ഞ കളർ ഉണ്ടല്ലോ, ഇത് ഭയങ്കര കറയാണ്. ഇത് തലയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, തലയിലെന്നല്ല മുഖത്തും ആയിട്ടുണ്ടെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. അപ്പോൾ കുറച്ചേരം ഇതിങ്ങനെ വെച്ചിട്ട് വേണം ഇതിലത്തെ ആ പൾപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് നമുക്കിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെക്കാട്ടോ. ഇത് മൈലാഞ്ചീൻ്റെ ഇല കേട്ടോ. സോ ഇതാ ഫസ്റ്റ് നമ്മളിടുന്നത് ഒരു പിടി മൈലാഞ്ചീൻ്റെ ഇലയാണ്. കറിവേപ്പിൻ്റെ ഇല. ഓക്കെ, അപ്പോൾ ഇതാ അടുത്തത് കറിവേപ്പാണ്, അതും ഒരു പിടി ഇട്ടിട്ടുണ്ട്. അടുത്തത് പേരക്കയുടെ ഇലയാണ് വേണ്ടത്. അത് നല്ല കിളിർത്ത ഇല വേണം, പക്ഷെ ഇപ്പോൾ എൻ്റെ ഉള്ളത് ഞാൻ പൊട്ടിക്കുകയാണ്. കുറച്ച് കിളിർത്ത ഇലകൾ കിട്ടിയിട്ടുണ്ട് പേരക്കയുടെ. അപ്പോൾ ഇത് നമുക്ക് ഇത് ആഡ് ചെയ്യാം. മുരിങ്ങയാണ് കേട്ടോ. മുരിങ്ങയുടെ കിളിർത്തതല്ല വേണ്ട, കുറച്ച് മൂത്ത ഇലകളാണ്, അതിലാണ് അതിൻ്റെ എസൻസ് ഉണ്ടാവുക. ഒരു പിടി മുരിങ്ങ. ഓക്കെ, അപ്പോൾ ഇതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തുളസിയാണ്. ഒരു പിടി തുളസി എടുത്തിട്ടുണ്ട്, തുളസി ഇട്ട് കൊടുത്തു. അപ്പോൾ ലീവ്സ് എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ള കറ്റാർ വാഴയില്ലേ, കറ്റാർ വാഴേൻ്റെ പൾപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. കറ്റാർ വാഴ കണ്ടോ വെച്ചപ്പോൾ ഇതിന്ന് ഇത്രയും കറകൾ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ തലയിലായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഏകദേശം പോയിട്ടുണ്ട്. ഇത് നമുക്കിനി വാഷ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ലീവ്സ് എല്ലാം പൊട്ടിച്ച് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം. ഇതിൻ്റെ 3 സാധനങ്ങളും കൂടെ ഇടാനുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കറ്റാർ വാഴയും കൂടെ മുറിച്ചിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. അതിൻ്റെ പൾപ്പ് മാത്രമേ വേണ്ടൂ കേട്ടോ. ഈ ഗ്രീൻ കളറൊക്കെ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ പൾപ്പ് എടുക്കാം. രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് വന്നു. ഓക്കെ, നമുക്കൊരു സ്പൂണ് വെച്ചിട്ടൊന്ന് വരണ്ടിയെടുക്കാം. ഈ ഒരു പൾപ്പ് മാത്രം മതി കേട്ടോ. സോ നമ്മുടെ
ലീവ്സ്, നമുക്ക് വേണ്ട ലീവ്സൊക്കെ ഇതിലേക്കൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതല്ല, നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റോസ്മേരിയാണ്. അപ്പോൾ ഇതാണ് റോസ്മേരീൻ്റെ പാക്കറ്റ് വരുന്നത് കേട്ടോ. ഈ ലീവ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഞാൻ ഓൾറെഡി ഒരു വട്ടം ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മതിയാവും. ഞാനിപ്പോൾ ഇത്രയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ആ പെപ്സിയുടെ ബോട്ടിലാണ് ഉണ്ടാക്കി വെക്കാറ്. അപ്പം ഞാൻ 1 ലിറ്റർ വെള്ളം വെച്ചിട്ട് ആ പെപ്സിയുടെ ബോട്ടിലേക്ക് പാകത്തിന് ഞാൻ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഇത്ര റോസ്മേരിൻ്റെ ലീവ്സ് മാത്രം ഇതിലേക്ക് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ റോസ്മേരി മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇട്ടു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉലുവ ഇടാം. ഞാൻ ഉലുവ ചേർക്കാറുണ്ട്. എനിക്ക് തണുപ്പിൻ്റെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉലുവ എൻ്റെ ഹെയറിന് നല്ല ഹെയർ ഗ്രോത്ത് തരാറുള്ളതുകൊണ്ട് ഉലുവയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉലുവയുടെ സ്മെല്ല് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. പക്ഷേ ഉലുവ ആഡ് ചെയ്തിട്ട് നിങ്ങൾ പുറത്താണ് വെക്കുന്നതെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ഉലുവയുടെ ഒരു വഴുവഴുപ്പും അതുപോലെ തന്നെ ഒരു സ്മെല്ലും ഉണ്ടാവും. അത് അത്രയ്ക്ക് നല്ലതല്ല. സോ ഫ്രിഡ്ജിൽ വെക്കാനാണ് നിങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ ഉലുവ ബെസ്റ്റായിരിക്കും. അപ്പോൾ ഇത്രയും ലീഫിന് ഞാനിതാ 1 ടേബിൾ സ്പൂൺ തന്നെയാണ് ഉലുവയും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, റോസ്മേരി ലീവ്സ് ആ ഒരു പാക്കറ്റിന് 50 രൂപയാണ് തരുന്നത്. എല്ലാ പച്ചമരുന്നിൻ്റെ ഷോപ്പുകളിലും അത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു 750 ml ബോട്ടിൽ വെള്ളം എടുത്തിട്ടുള്ളത്. കാരണം ഇതിലേക്കാണ് ഞാൻ ഇനി 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ച് ഈ കുപ്പിയിലേക്ക് തന്നെയാണ് ആക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഇപ്പോൾ ഇത് 1 ലിറ്റർ വെള്ളമാണുള്ളത്. ഇതിന് നമ്മൾ 750 ml ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. തണുത്തതിന് ശേഷം ഇനി നമ്മൾ കുപ്പിക്ക് ഒഴിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു റോസ്മേരീൻ്റെ വെള്ളം നമ്മളിനി കുപ്പിക്ക് ഒഴിക്കാൻ പോവാണ് കേട്ടോ. ഞാനിതിൽ ഈ ബോട്ടിൽ കുറച്ചുണ്ടായിരുന്നല്ലോ, അയ്യോ, അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ചിലപ്പോൾ കുപ്പീനെക്കാട്ടിലും കുറച്ച് അധികം ഉണ്ടാവും. ഞാൻ നേരത്തെ ഉണ്ടാക്കി ഇതിൽ ബാലൻസ് ഉണ്ടായിരുന്നതും കൂടെ ഇതിൽ ഒഴിച്ചുകൊണ്ടാണ് ഇതിൽ ലേശം ബാക്കിയുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് 20 രൂപയ്ക്ക് ഉള്ളൂ. ഓക്കെ ഓക്കെ, പിന്നെ ഇതിലേക്ക് ഇട്ട് വയ്ക്കാം. ഓക്കെ, ഈ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേർക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു വീക്കൊക്കെ എന്തായാലും നിൽക്കും. ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. കാരണം ഹോസ്റ്റലിലുള്ള പിള്ളേർക്കൊന്നും വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇനി ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര വാട്ടറി ഫോമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, തല ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുമോ ഓയിലി ആവുമോ എന്നുള്ളൊരു ടെൻഷനേ വേണ്ട. നമ്മൾ എങ്ങനെയാണോ തല കഴുകിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവുക അതേപോലെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ എൻ്റെ ഹെയറിന് ഞാൻ 3 സ്റ്റെപ്പ് ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കാറുള്ളത്. ഫസ്റ്റ് ഹോട്ട് ഓയിൽ മസാജ്, സെക്കൻഡ് ഹെയർ പാക്ക്, 3ാമത്തെ സ്റ്റെപ്പാണ് റോസ്മേരി വാട്ടർ. ഇപ്പോൾ ഈ ഫസ്റ്റത്തെ 2 സ്റ്റെപ്പും ചെയ്യാൻ പറ്റാത്തവർക്ക് ഉള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് റോസ്മേരി വാട്ടർ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഹെഡ് മസാജ് ചെയ്യുക. അതും നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഹെയർ ഫോളിന്. അപ്പോൾ ഇതാ സ്കാൽപ്പിൽ നന്നായിട്ടിത് അടിച്ചു കൊടുക്കാം. അടിച്ചതിന് ശേഷം ഇതാ നന്നായിട്ടൊരു മസാജ് കൊടുക്കുക. ഓക്കെ,
ഇതിന് തന്നെ കാറ്റത്ത് ഇങ്ങനെ കിടന്ന് ഉണങ്ങിക്കോളും. കാരണം നമ്മൾ മുടി കഴുകിയാൽ എങ്ങനെയാണ് ഉണ്ടാവുക അതേപോലെ നമ്മളൊരു വെള്ളം തന്നെയാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് മണോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഒരു നെഗറ്റീവ് പോർഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മെരി എന്ന് പറഞ്ഞാൽ തന്നെ 3 ഇരട്ടി ഹെയർ ഫോളിനെ റിഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ 3 ഇരട്ടി ഹെയർ ഗ്രോത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്തിട്ട് വൺസ് ഇത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നവർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആദ്യം ഒരു വീക്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ദിവസം ഗ്യാപ്പ് വിട്ടിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യുക. പിന്നെ അങ്ങനെ 3 ദിവസം 4 ദിവസം അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒറ്റയടിക്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഹെയർ ലോസ് നന്നായിട്ടുണ്ട്. പണ്ടത്തെ മുടീൻ്റെ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം, ചിലവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാസം മാസം മുടീൻ്റെ തുമ്പ് വെട്ടി കൊടുക്കാമെന്ന്. ഞാനങ്ങനെ എല്ലാ മന്തൊന്നും വെട്ടാറില്ല, പക്ഷെ ഒരു 3 മാസമൊക്കെ കൂടുമ്പോഴെങ്കിലും ഞാൻ എൻ്റെ മുടീൻ്റെ അറ്റമൊന്ന് ട്രിം ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് കുളിക്കണതിന് മുന്നേ അല്ലെങ്കിൽ കുളിച്ചതിന് ശേഷമോ എങ്ങനെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈവൻ നിങ്ങൾ ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ദിവസം തല നനയ്ക്കാത്ത ദിവസം നിങ്ങൾക്ക് ഈ ഹെയർ സ്പ്രേ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഒരു ഒഴിവ് കിട്ടുന്ന ദിവസം ഞാൻ ചെയ്യാറുള്ളത് ഫസ്റ്റ് നന്നായിട്ടൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കും, പിന്നെ ഒരു ഹെയർ പാക്ക് ഇടും. ഹെയർ വാഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഹോട്ട് ഓയിൽ മസാജിൻ്റെ ഹെയർ പാക്കിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. സോ ഗൈസ്, ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഹെയറിനൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആവും. നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലെന്തായാലും ഉലുവ ചേർക്കാതിരിക്കുക. സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കണ്ട. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ടാറ്റാ.